കോൺഗ്രസ് ബദൽ നീക്കത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഏകനാഥ് ഷിൻഡെയുടെ പിന്തുണ ഇല്ലാതെ തന്നെ BJP-യുടെ 132 MLA-മാരെയും ഒപ്പം അജിത് പവാറിന്റെ 41 MLA-മാരെയും ഒപ്പം കൂട്ടിയുള്ള മന്ത്രിസഭ രൂപീകരണത്തിന് വേണ്ടിയുള്ള പ്ലാനാണ് ഇപ്പോൾ കൃത്യമായി അമിത്ഷാ തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ അത് പൊളിച്ചെടുക്കാൻ ഉതകുന്ന തരത്തിലേക്ക് BJP-യിലെ നിയമസഭാ സാമാജികരിൽ 20 പേർ ഇപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്നും രാജിവെക്കാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ട് അമിത്ഷായുടെ കണക്കൂട്ടലുകളെ തെറ്റിക്കുകയാണ്. 132 MLA-മാരോടൊപ്പം അജിത് പവാറിന്റെ 41 MLA-മാർ ചേർന്നാൽ കേവല ഭൂരിപക്ഷം ആയിട്ടുള്ള 145 മറികടക്കുമെങ്കിലും 20 MLA-മാർ പാർട്ടി വിട്ടാൽ, അതായത് BJP വിട്ടാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത്, അതുണ്ടാക്കുന്ന ക്ഷീണം, അതിനെ മറികടക്കാൻ അമിത്ഷായ്ക്ക് അത്ര എളുപ്പത്തിന് കഴിയില്ല. 40 MLA-മാരുടെ ലിസ്റ്റാണ് ഇപ്പോൾ BJP രഹസ്യമായി പുറത്തുവിട്ടിരിക്കുന്നത്. സ്വകാര്യ റിസോർട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള നിർണായക നീക്കം തുടക്കം മുതലേ നടന്നിരുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം നവംബർ 23-ാം തീയതി കൃത്യം 7 മണിക്ക് ശേഷം 10ഓളം MLA-മാരുടെ ഫോൺ 2 ദിവസത്തേക്ക് റീച്ചബിൾ അല്ലായിരുന്നു എന്ന നിർണായക വിവരം കൂടി ഇന്റലിജൻസ് റിപ്പോർട്ടോടെ പുറത്തു വന്നിരിക്കുന്നു എന്നാണ് നിർണായക വെളിപ്പെടുത്തൽ. അത് വൺ ഡീലിലേക്ക് കലാശിക്കാൻ സാധ്യതയുണ്ട്. മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം ഷിൻഡെയുടെ പിടിവാശി മാത്രമല്ല, BJP നേതാക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസം തന്നെയെന്ന് തുറന്നു സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. BJP-ക്ക് ദേവേന്ദ്ര ഫഡ്നാവിസ് ഉചിതനായ നേതാവേ അല്ല എന്ന് പൂനം മഹാജനും പങ്കജ മുണ്ടയും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു. ഫഡ്നാവിസിനേക്കാൾ ഏറെ കഴിവുള്ള വ്യക്തിയാണ് താൻ എന്ന് പങ്കജ മുണ്ടെ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പൂനം മഹാജനും പങ്കജ മുണ്ടയും നിർണായകമായ പാലം വരി തുടങ്ങിയിരിക്കുന്നത്. OBC വോട്ടുകൾ വലിയ തോതിൽ ശേഖരിക്കാൻ കഴിവുള്ള ഇവരുടെ കൂടെ തന്നെയാണ് 30ഓളം OBC MLA-മാർ എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ്. അത് നിർണായകമായി ഫഡ്നാവിസിന് തിരിച്ചടിയാകും. ഫഡ്നാവിസ് ബ്രാഹ്മണനാണ്. ബ്രാഹ്മണനെ മുഖ്യമന്ത്രിയാക്കാൻ ഞങ്ങൾ വിസമ്മതിക്കുന്നു എന്ന് പങ്കജ മുണ്ടെ തുറന്നടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അമിത്ഷായ്ക്ക് കണക്കൂട്ടലുകൾ മുഴുവൻ തെറ്റിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു സവർണ മേധാവിത്വം മഹാരാഷ്ട്രയുടെ മണ്ണിൽ ഇനി നടക്കില്ല എന്നും നരേന്ദ്രമോദിക്ക് ഇത് എങ്ങനെ കഴിയുന്നു എന്നുമാണ് വെട്ടിത്തുറന്ന് പങ്കജ മുണ്ടെ ചോദിച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ BJP-ക്കുള്ളിൽ ഒരു പൊട്ടിത്തെറിയായി ഉമ്മത്തി പോലെ ആളിക്കത്തുകയാണ്. ഫഡ്നാവിസിനെ അല്ലാതെ മറ്റൊരാളെ നേതാവാക്കൂ, ഞങ്ങൾ സമ്മതിക്കാമെന്ന് വിമത MLA-മാർ കൂടി പറഞ്ഞതായി ഉണ്ട്.